അഖിൽ മാരാർ സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെടുന്ന ഓഡിയോ പുറത്തുവിട്ട് 2020 ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തുടരണമെങ്കിൽ കൃത്യമായ പരിഗണന ഉണ്ടാകണം. ബിജെപിയും കോൺഗ്രസും നാഷണൽ ലെവലിലുള്ള പാർട്ടിയാണ്. 2020 അങ്ങനെയല്ല. കൊട്ടാരക്കര സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് 2020യിൽ ചേരാനുണ്ടായ കാരണമെന്നും അഖിൽ മാരാർ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമ്മൾ ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിൻ്റെ റെസ്പെക്റ്റും അതിൻ്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. പിന്നെ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിൻ്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. അബ്ദുൾ റഹീമുണ്ട് വിവരങ്ങളുമായി. അബ്ദുൾ, കഴിഞ്ഞ ദിവസം ഈ അഖിൽ മാരാറിന്റെ കൂടുതൽ തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ വന്നിരുന്നു. തന്റെ തോൽവി പാർട്ടിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശം 2020 പുറത്തുവിട്ടിരിക്കുകയാണ്. സോന, 2020ക്കും ചീഫ് കോർഡിനേറ്ററായ സാബു ജേക്കബിനുമെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് താൻ 2020 പാർട്ടി വിടുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ നടത്തിയത്. അതിൽ ഈ തൃക്കാക്കര സീറ്റിൽ മത്സരിച്ച തനിക്ക് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് നൽകുകയോ ഒന്നും തന്നെ ഉണ്ടായില്ല. പിന്നീട് തൻ്റെ ബൈക്ക് അടക്കം വിറ്റുകൊണ്ടാണ് ഇത്തരത്തിൽ തനിക്ക് അന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന കടബാധ്യതയൊക്കെ താൻ വീട്ടിയിരുന്ന തരത്തിലുള്ള പ്രതികരണവുമൊക്കെ അഖിൽ മാരാർ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള സാബു ജേക്കബ് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അതിൽ അതായത് 2015 മുതൽ ഇങ്ങോട്ടേക്ക് മത്സരിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് പണം മുടക്കേണ്ടി വന്നിട്ടില്ല. പാർട്ടി തന്നെയാണ് അതിൽ കൃത്യമായി പണം മുടക്കിയതെന്നുള്ളതായിരുന്നു പാർട്ടിയുടെ വിശദീകരണം. ഏതായാലും ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ മറ്റൊരു തെളിവ് കൂടി, അല്ലെങ്കിൽ അഖിൽ മാരാർ ബോർഡ് സ്ഥാനങ്ങളടക്കം ആവശ്യപ്പെടുന്ന തരത്തിലൊരു ഓഡിയോ ക്ലിപ്പ് കൂടി ഇപ്പോൾ 2020 പുറത്ത് വിട്ടിരിക്കുകയാണ്. അഖിൽ മാരാർ അതായത് ഈ 2020 പാർട്ടിയിൽ താൻ ചേരാനുണ്ടായ സാഹചര്യം അത് കൊട്ടാരക്കര സീറ്റായിരുന്നു. അതായത് കൊട്ടാരക്കര സീറ്റ് ലഭിക്കും എന്ന ഒരു ഉറപ്പിന്മേലാണ് താൻ 2020 പാർട്ടിയിലേക്ക് ചേക്കേറിയത്. പക്ഷേ അത് തനിക്ക് ലഭിച്ചില്ല. BJPയെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ പോലെ നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടിയല്ല 2020. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ ഭാഗമായി കൂടി നിൽക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിന്റെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളടക്കം ചോദിച്ചു വാങ്ങണം എന്നുള്ളതാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ അഖിൽ മാരാർ പറയുന്നത്. അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അതായത് നമുക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങണം എന്നുള്ളത് തന്നെയാണ് ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. ഏതാണ്ട് ഈ കഴിഞ്ഞ ജൂലൈ 17-ാം തീയതിയാണ് ഈ ഓഡിയോ പുറത്തു വന്നത് എന്നുള്ളതാണ് 2020 ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇത് ആരോടാണ് അഖിൽ മാരാർ സംസാരിച്ചത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടുമില്ല. ഏതായാലും അഖിൽ മാരാരുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകളും പ്രസ്താവനകളും തന്നെയാണ് ഇപ്പോൾ 2020 പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. സ്വാന.